ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ആയുർവേദത്തിന്റെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തെ പറ്റിയാണ്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ആയുർവേദം ശാസ്ത്രീയമാണോ എന്ന്. തീർച്ചയായും ആയുർവേദം ശാസ്ത്രീയമാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷിവര്യന്മാരാൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ രചിക്കപ്പെട്ട ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന റെഫറൻസുകളോടുകൂടി നമ്മളിപ്പോൾ അതിന്റെ ശാസ്ത്രീയമായ വശത്തിൽ അടിസ്ഥാനമായി തന്നെയാണ് ആയുർവേദ ചികിത്സ മുമ്പോട്ട് പോകുന്നത്. ആയുർവേദത്തിൽ നമ്മുടെ ശരീരം നിർമ്മിതമായിരിക്കുന്നത് ദോഷങ്ങൾ കൊണ്ടും ധാതുക്കൾ കൊണ്ടും മലങ്ങൾ കൊണ്ടുമാണ്. ദോഷം എന്ന് പറഞ്ഞാൽ വാതം, പിത്തം, കഫം. നമ്മുടെ പ്രകൃതിയിൽ തന്നെ നോക്കിയാൽ നമുക്ക് 3 ഫോഴ്സസ് ആണ് ഉള്ളത്. അതായത് നമ്മുടെ സൂര്യൻ, ചന്ദ്രൻ, വായു. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും 3 മെയിൻ ഫാക്ടേഴ്സ് ആണുള്ളത്. അതിൽ പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ വാഗതി ഗന്ധനം. നമ്മുടെ ഏത് മൂവ്മെന്റും ഏത് ആക്ടിവിറ്റിക്കും വാദദോഷമാണ് കാര്യമായി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പിത്തം, തപ സന്താപ എന്നാണ്. നമ്മുടെ ഏത് മെറ്റബോളിക് ആക്ടിവിറ്റിയും പിത്തദോഷത്താലാണ് നടക്കുന്നത്. അതുപോലെയാണ് അടുത്ത സ്ലിഷ് ആലിംഗനം. നമുക്ക് എന്തെങ്കിലും ഒരു ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കിനെസ്, ഇതെല്ലാം സംഭവിക്കുന്നത് കഫദോഷം കൊണ്ടാണ്. ഈ വാതപിത്ത കഫദോഷങ്ങൾ നമ്മുടെ ആയുർവേദത്തിൽ മാത്രമല്ല, നമ്മുടെ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനും ഇതുപോലെ തന്നെ 4 ഹ്യൂമേഴ്സിനെ പറ്റിയും നമ്മുടെ ഹോമിയോയിലും ടിബയിലും യുനാനിയിലും എല്ലാം ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹ്യൂമേഴ്സിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അടുത്തത് 7 ധാതുക്കളാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ഇങ്ങനെ ഓരോ ധാതുക്കളായി പരിണമിച്ചിട്ടാണ് നമ്മുടെ 7ാമത്തെ ധാതുവായ ശുക്രധാതു ഉണ്ടാകുന്നതെന്നാണ് ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് രസം, രക്തം, മാംസം, മേദം, അസ്ഥി, മജ്ജ, ശുക്രം. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഓരോ അഗ്നി, നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിന്റെ ഫംഗ്ഷൻ കൊണ്ട് ഓരോ ധാതുക്കളും ഉത്തരോത്തരമായിട്ട് പോഷണം ചെയ്തതിനു ശേഷമാണ് നമ്മുടെ ശരീരം വികസിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഓരോ ധാതുവിൽ നിന്നും ഉണ്ടാകുന്നതിന് പ്രസാദം കിട്ടും, അതായത് അതിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയും അതിന്റെ പ്രസാദാഖ്യമാണ് അടുത്ത ധാതുവായിട്ട് മാറുന്നതെന്നും പറയപ്പെടുന്നു. അടുത്തതായിട്ട് മലമാണ്. മലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം പുറത്തേക്ക് വേസ്റ്റ് പ്രോഡക്ട്സ് ആയിട്ട് പോകുന്നതാണ് ഈ 3 മലങ്ങളിലൂടെയാണ്. ആ 3 മലങ്ങൾ സ്വേദം, മൂത്രം, പുരീഷം. സ്വേദം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വെറ്റാണ്, പുരീഷം നമ്മുടെ ഫീക്കൽ മാറ്റർ ആണ്, അതുപോലെ തന്നെ മൂത്രം നമ്മുടെ യൂറിനാണ്. ഇങ്ങനെ ദോഷധാതു മലാമൂലം ഹി ശരീരം എന്നാണ് ആയുർവേദത്തിൽ നിർവചിച്ചിരിക്കുന്നത്. ആയുർവേദത്തിൽ നമ്മുടെ ആരോഗ്യം എന്നുള്ളതിനെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയതേ. നമ്മുടെ ദോഷങ്ങളും ധാതുക്കളും മലങ്ങളും സമമായ അവസ്ഥയിലും നമ്മുടെ അഗ്നിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാതെ നമ്മുടെ പ്രസന്നമായ മനസ്സ്, ആത്മ, ഇതിനെയാണ് നമ്മൾ ആയുർവേദത്തിൽ ആരോഗ്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പറയുന്നത്. നന്ദി.